ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തിരിഞ്ഞു നോട്ടം നല്ലതാണല്ലേ. എനിക്കുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സ്വഭാവം. വെറുതെ ഇരിക്കുന്ന സമയത്ത് മുന്നേ ഒക്കെ എടുത്തു വെച്ച വീഡിയോകളൊക്കെ എടുത്തു വെച്ചിട്ട് ഇതുപോലെ ഓരോന്നോരോന്ന് ഇങ്ങനെ നീക്കി നോക്കും. അപ്പോൾ നല്ല രീതിയിൽ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിച്ചെന്ന് വരെ നമ്മൾ മറന്നു നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതാ ഇന്ന് വിചാരിച്ചേ അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞ് നല്ല നല്ല വീഡിയോസൊക്കെ കൂട്ടി ഒരു കുഞ്ഞു വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ അതാ നമ്മുടെ മുറ്റത്തെ ഇത്തിരി പച്ചക്കറികളും ഉണ്ട്, അതുപോലെ ഇത്തിരി പൂച്ചെടികൾ. നമ്മുടെ പൂച്ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആർഭാടങ്ങളോ മോഡേണോ ഒന്നും ഇല്ലാത്ത അങ്ങനെ നട്ടുപിടിപ്പിച്ച പൂച്ചെടികളാണ്. അതേപോലെ തന്നെ കേട്ടോ പച്ചക്കറികളും. അങ്ങനെ വലിയ വലിയ വളങ്ങളോ വലിയ പന്തലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സ്വന്തമായിട്ടുള്ള പന്തലുകളും സ്വന്തമായിട്ടുള്ള വളപ്രയോഗവും ഒക്കെയാണ് കേട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ചെയ്യുന്ന വളങ്ങളും കീടനാശിനികളും അതുപോലെയുള്ള ചെയ്യുന്ന വളങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോകളും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമുക്ക് നമ്മളിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണിത്. അപ്പോൾ നമ്മളൊരു ചെടിയൊക്കെ നട്ടിട്ട് അതിന് പൂവുണ്ടാകുന്നതും ആ ഒരു ചെടിയുടെ വളർച്ചയും അതിലൊരു പൂവുണ്ടാകുന്നതും അതിലൊരു കായ ഉണ്ടാകുന്നതും അതൊന്ന് പറിച്ചെടുക്കുന്നത് വരെ നമ്മൾ ആ ചെടിയുടെ ഓരോ സ്റ്റേജും നമ്മൾ അതേപോലെ നമ്മൾ നോക്കി നിൽക്കും. എന്നിട്ട് അതിൽ നിന്ന് അതിൻ്റെ റിസൾട്ട്, അതായത് കായൊക്കെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ മനസ്സിൻ്റെ വല്ലാത്തൊരു സന്തോഷം. അതെ, അത് ചെയ്യുന്നവർക്കേ അത് മനസ്സിലാവുമല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് അത്യാവശ്യം നമുക്ക് വേണ്ട ഫ്രൂട്ട്സ് ഐറ്റംസ് ആണെങ്കിലും നമ്മുടെ പച്ചക്കറികളും ഇത്തിരി പൂച്ചെടികളും ഒക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ആനന്ദമല്ലേ. വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും ഇറങ്ങി ഇതിനൊക്കെ വെള്ളം നനയ്ക്കുകയും വളമിടുകയും അതിൻ്റെ ചുവട്ടിലെ പുല്ല് പറിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സമയമാണെങ്കിലും നമുക്കൊട്ടും വേസ്റ്റാക്കി കളയാനില്ല. അത്യാവശ്യം നമുക്ക് ഒരു വിഷവും ഇല്ലാത്ത നമുക്ക് പച്ചക്കറികൾ കഴിക്കുകയും ചെയ്യാമല്ലേ. നമ്മൾ ഓരോരുത്തരും മനസ്സിൽ വെച്ചാൽ നമ്മുടെയൊക്കെ മുറ്റത്ത് ഇതുപോലൊരു കുഞ്ഞടുക്കളത്തോട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറി, അതായത് പച്ചമുളകും അതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞടുക്കളത്തോട്ടത്തിൻ്റെ പ്രചോദനവും പ്രോത്സാഹനവും സപ്പോർട്ടും ഒക്കെ നിങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ ഇതുപോലുള്ള സപ്പോർട്ടുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാം അല്ലേ. ഓക്കെ, ബൈ, താങ്ക് യു.